Hi all, today we are beginning a new section, Ethology. Ethology means behavioral study. It is the study of the behavior of animals. Animal behavior is complex and diverse. Animal behavior study ചെയ്യാൻ വേണ്ടിയിട്ട് 3 approaches ഉണ്ട്. They are Vitalistic approach, Mechanistic approach and Ethological approach. First one is Vitalistic approach. It is the study of behavior of animals in relation to their natural environment. ഒരു അനിമലിൻ്റെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്ത് അവരുടെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നതാണ് വൈറ്റലിസ്റ്റിക് അപ്രോച്ച്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്, നാച്ചുറൽ എൻവയോൺമെൻറ്റിന് പുറത്തുള്ള അനിമൽസിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഇറ്റ് ഈസ് എ നോൺ സയൻറ്റിഫിക് അപ്രോച്ച്. എക്സ്പെരിമെൻറ്റിൽ നമുക്ക് അനിമലിൻ്റെ ബിഹേവിയർ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ഇസ് മെക്കാനിസ്റ്റിക് അപ്രോച്ച്. ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് അണ്ടർ കൺട്രോൾഡ് ലബോറട്ടറി കണ്ടീഷൻസ്. ലബോറട്ടറി കണ്ടീഷൻസിൽ നമുക്ക് അനിമലിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആണ്, ദാറ്റ് ഈസ് മാൻമെയ്ഡ് ആണ്, നാച്ചുറൽ അല്ല. ഈ അപ്രോച്ചിലൂടെ സ്റ്റഡി ചെയ്ത ആളാണ് പാവ്ലോവ്. നെക്സ്റ്റ് ഈസ് ഇത്തോളജിക്കൽ അപ്രോച്ച് സ്റ്റഡീഡ് ബൈ ലോറൻസ്, വോൺഫിഷ് ആൻഡ് ടിൻബർഗൺ. ഇവർ 2 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റഡീസ് നടത്തിയത്. ഒന്ന് ബിഹേവിയർ എലിസിറ്റിംഗ് സ്റ്റിമുലൈ ആൻഡ് ന്യൂറോളജിക്കൽ ഫിനോമിന. So now we can start the first chapter in ethology, that is innate behavior. Behavior can be defined as outwardly expressed reactions or course of reaction of organisms produced in response to the stimuli from a given situation. ഒരു given situationൽ വരുന്ന ഒരു സ്റ്റിമുലൈനോട് ഒരു ഓർഗാനിസം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, that is its behavior. Simply we can say it is the response of an organism to signals from its environment. ഒരു ഓർഗാനിസം അതിൻ്റെ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന സിഗ്നൽസിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതാണ് അതിൻ്റെ ബിഹേവിയർ. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ബിഹേവിയർ ക്യാൻ ബി അഡാപ്റ്റീവ് ആസ് വെൽ ആസ് ഹോമിയോസ്റ്റാറ്റിക്. ഒരു ഓർഗാനിസം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ബിഹേവിയറൽ പാറ്റേൺസ് അത്യാവശ്യമാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഒബ്റ്റെയിൻ ഫുഡ്, ടു എസ്റ്റാബ്ലിഷ് ടെറിട്ടറി, ടു അവോയ്ഡ് എനിമീസ്, ടു വിൻ മേറ്റ്സ് ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സെട്ര. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ അനിമൽസും ഓരോ ബിഹേവിയറൽ പാറ്റേൺസ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി ബിഹേവിയർ ഓൾസോ സെർവ് ആസ് എ ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം ഇൻ ടെമ്പറേച്ചർ റെഗുലേഷൻ. ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം മീൻസ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ബിഹേവിയേഴ്സ് എക്സിബിറ്റ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തണുപ്പുള്ള സമയത്ത് ബേർഡ്സ് അവരുടെ ഫെദേഴ്സ് ഫ്ലഫ് ചെയ്യും. അതേപോലെ തന്നെ ഹ്യൂമൻസ് അവരുടെ ബോഡി ഷിവർ ചെയ്യും തണുപ്പുള്ള സമയത്ത്. ഇതെല്ലാം ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് ആണ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെൻറ്റ്, അതായത് ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, പാറ്റേൺസ് ഓഫ് അനിമൽ ബിഹേവിയർ, ഇന്നേറ്റ് ബിഹേവിയർ ആൻഡ് ലേൺഡ് ബിഹേവിയർ. ഇന്നേറ്റ് ബിഹേവിയർ മീൻസ് ഒരു ഓർഗാനിസം ജനിക്കുമ്പോൾ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന ബിഹേവിയർ ആണ് ഇന്നേറ്റ് ബിഹേവിയർ. ആൻഡ് ലേൺഡ് ബിഹേവിയർ ഓവർ ദ കോഴ്സ് ഓഫ് ടൈം അവർ എക്സ്പീരിയൻസ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഗെയിൻ ചെയ്തെടുക്കുന്ന ബിഹേവിയർ ആണ് ലേൺഡ് ബിഹേവിയർ. ഫസ്റ്റ് വൺ ഈസ് ഇന്നേറ്റ് ബിഹേവിയർ. ഇറ്റ് ഈസ് ഇൻബോൺ, ഇൻഹെറിറ്റഡ് ആൻഡ് ജനറ്റിക്കലി പ്രോഗ്രാംഡ് ആൻഡ് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ സ്പെസിഫിക് ജീൻസ്. ഇറ്റ് ഈസ് സ്റ്റിമുലസ് ബൗണ്ട്. ഒരു ഓർഗാനിസം ഒരു സ്റ്റിമുലൈനോട് റെസ്പോണ്ട് ചെയ്തു, ആ സെയിം സ്റ്റിമുലൈ തന്നെ വീണ്ടും വരുമ്പോൾ അതേ രീതിയിൽ തന്നെയായിരിക്കും ആ ഒരു ഓർഗാനിസം റെസ്പോണ്ട് ചെയ്യുന്നത്. അതാണ് ഇന്നേറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഇന്നേറ്റ് ബിഹേവിയർ ആ പെർട്ടിക്കുലർ ആനിമലിനെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ മാറ്റാനായിട്ട് സാധിക്കും. ഇന്നേറ്റ് ബിഹേവിയറിന് എവല്യൂഷൻ സംഭവിക്കാം. അതേപോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ വഴി ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് മാറാം. ഇനി ബൈ ഇൻറ്ററാക്ടിങ് വിത്ത് എൻവയോൺമെൻറ്റ്. ഓരോ കാലഘട്ടത്തിലും ആനിമൽസ് ഓരോരോ എൻവയോൺമെൻറ്റിനോടാണ് എക്സ്പോസ്ഡ് ആവുന്നത്. സോ ഓരോ എൻവയോൺമെൻറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഈ ബിഹേവിയേഴ്സിന് മോഡിഫിക്കേഷൻസും സംഭവിക്കാം. മേജർ കമ്പോണൻസ് ഓഫ് ഇന്നേറ്റ് ബിഹേവിയർ: ഓറിയൻറ്റേഷൻ, സിമ്പിൾ റിഫ്ലെക്സസ് ആൻഡ് ഇൻസ്റ്റിങ്സ്. ഓറിയൻറ്റേഷൻ ആർ ഓഫ് 2 types, taxis and kinesis. Taxis are of 4 types: Klinokinesis, Tropotaxis, Telotaxis and Minotaxis. Kinesis are of 2 types, Klinokinesis and Orthokinesis. First one is orientation.
It is the directional movement of animals induced by internal or external stimuli. ഒരു അനിമലിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്റ്റിമുലയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും സ്റ്റിമുലയോ വെച്ചിട്ട് അനിമൽസ് മൂവ് ചെയ്യും. ആ സ്റ്റിമുലൈനെ ബേസ് ചെയ്തിട്ട് അവർ മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഓറിയൻറ്റേഷൻ. ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഹോൾ ബോഡിയുടെ ഒരു പൊസിഷനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് ഇൻ റിലേഷൻ ടു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. Orientation are of two types, taxis and kinesis. First one is taxis. It is the directional orientation or movement of an organism towards or away from the stimulus. So taxisൽ ഒരു external stimuli ഉണ്ടാകും. സോ ഓർഗാനിസം ഒന്നില്ലെങ്കിൽ ആ സ്റ്റിമുലൈൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സ്റ്റിമുലൈനോട് അകന്ന് മൂവ് ചെയ്യും. അതാണ് ടാക്സിസ്. അതിന് എക്സാമ്പിളാണ് പ്രോട്ടോപ്ലാസ്മിക് സ്ട്രീമിംഗ് വഴിയായിരിക്കാം ചിലപ്പോൾ മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സൈറ്റോപ്ലാസത്തിൻ്റെ മൂവ്മെൻറ്റ്. ദെൻ എക്സ്ട്രൂഷൻ ഓഫ് ബോഡി പാർട്സ്, ഏതെങ്കിലും ബോഡി പാർട്സ് വെച്ചിട്ടായിരിക്കും മൂവ്മെൻറ്റ് നടക്കുക. അല്ലെങ്കിൽ ലോക്കോമോട്ടർ സ്ട്രക്ചർ, അതൊരു മൂവ് ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാകാം, അത് വെച്ചിട്ടായിരിക്കും മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നത്. ദെൻ ട്രോപ്പിസം എന്നൊരു വേർഡ് ഉണ്ട്. ട്രോപ്പിസം നമ്മുടെ പ്ലാന്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. അതായത് എർത്തിലേക്കാണ് റൂട്ട്സ് ഗ്രോ ചെയ്യുന്നത്, ടുവേർഡ്സ് ദ സോയിൽ. അതുകൊണ്ടാണ് പോസിറ്റീവ്ലി ജിയോട്രോപ്പിക്. ഒരു പ്ലാന്റിൻ്റെ ഷൂട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്കാണ്, ബിക്കോസ് ഇറ്റ് ഗ്രോസ് എവേ ഫ്രം എർത്ത്. സോയിൽ നിന്ന് എവേ ആയിട്ടാണ്, എർത്തിൽ നിന്ന് എവേ ആയിട്ടാണ് ഷൂട്ട്സ് ഗ്രോ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്. അനിമൽസിൻ്റെ കേസിൽ അവർ സ്റ്റിമുലസിൻ്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് ടാക്സിസ്. ആൻഡ് സ്റ്റിമുലസിൽ നിന്ന് അകന്നാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ടാക്സിസ്. ഈ പിക്ചറിൽ കാണുന്നത് ഫോട്ടോ ടാക്സിസ് ആണ്. ഇൻസെക്ട്സ് ആർ ഫോട്ടോ ടാക്റ്റിക്. അതായത് ഇവർ ലൈറ്റാണ് ഇവിടെ സ്റ്റിമുലസ്, ലൈറ്റിൻ്റെ അടുത്തേക്കാണ് ഇവർ മൂവ് ചെയ്യുന്നത്. അതേപോലെ കെമിക്കലാണ് സ്റ്റിമുലസ് എങ്കിൽ കീമോടാക്സിസ്, ടച്ച് ആണെങ്കിൽ ടിഗ്മോടാക്സിസ്, ഗ്രാവിറ്റി ആണെങ്കിൽ ജിയോടാക്സിസ്, വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോടാക്സിസ്, അങ്ങനെ വരും. സോ ടാക്സിസിലെ ഫസ്റ്റ് വൺ ആണ് ക്ലിനോടാക്സിസ്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ദ സക്സസീവ് കമ്പാരിസൺ ഓഫ് ദ സ്റ്റിമുലസ് ഇൻ ദ നിയർ ബൈ പാർട്സ് ഓഫ് ദ ബോഡി. ഒരു ഓർഗാനിസത്തിന് വരുന്ന സ്റ്റിമുലസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡിയിൽ റിസപ്റ്റേഴ്സ് ഉണ്ടാകും. സോ ചില കേസിൽ ഈ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള റിസപ്റ്ററിന് ഈ സ്റ്റിമുലസിൻ്റെ ഡയറക്ഷനും സോഴ്സും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇവർ ബോഡിയുടെ രണ്ട് സൈഡും വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും ഇവർ റിസപ്റ്റർ മൂവ് ചെയ്യും. ആദ്യം ബോഡിയുടെ ഒരു സൈഡിലേക്ക് റിസപ്റ്റർ മൂവ് ചെയ്തിട്ട് ആ സ്റ്റിമുലസിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യും. ഇൻറ്റൻസിറ്റി കൂടുതലാണോ ഈ സൈഡിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ അതോ കുറവാണോ എന്ന് നോക്കും. ദെൻ ബോഡിയുടെ അപ്പുറത്തെ സൈഡിലേക്ക് റിസപ്റ്റർ മൂവ് ചെയ്തിട്ട് സ്റ്റിമുലസിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കും. അങ്ങനെ റിപ്പീറ്റഡ് കമ്പാരിസൺ വഴി സ്റ്റിമുലസിൻ്റെ ഇൻറ്റൻസിറ്റി ഇവർ കമ്പയർ ചെയ്തിട്ടാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. ബൈ ലാറ്ററൽ സ്വിങ്ങിങ് ഓർ വേവി മൂവ്മെൻറ്റ്സ് ഓഫ് ഹെഡ് ഓർ വോൾ ബോഡി. അവരുടെ മൂവ്മെൻറ്റ് അങ്ങനെയാണ് നടക്കുന്നത്. എക്സാമ്പിൾ ആണ് യൂഗ്ലീന, എർത്ത് എക്സെട്ര. നെക്സ്റ്റ് ഈസ് ട്രോപ്പോടാക്സിസ്. ക്ലിനോടാക്സിസിൽ ഒരൊറ്റ റിസപ്റ്ററേ പറഞ്ഞിട്ടുള്ളൂ. ട്രോപ്പോടാക്സിസിൽ രണ്ട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ദേ യൂസ് ബൈലാറ്ററൽ റിസപ്റ്റേഴ്സ്. ഇവിടെയും കമ്പാരിസൺ തന്നെയാണ് സ്റ്റിമുലസിൻ്റെ. ഇറ്റ് ഇൻവോൾവ്സ് സൈമൾട്ടേനിയസ് കമ്പാരിസൺ ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി സ്റ്റിമുലസ് റിസീവ്ഡ് അറ്റ് 2 or more റിസപ്റ്റേഴ്സ്. രണ്ടോ അതിലധികമോ റിസപ്റ്റേഴ്സിലായിരിക്കും സ്റ്റിമുലസിൻ്റെ ഇൻറ്റൻസിറ്റി വരുന്നത്. എക്സാമ്പിൾ ആർത്രോപോഡ്സ് ആണ്, മെയിൻലി ഇൻസെക്ട്സ്. നെക്സ്റ്റ് ഈസ് ടിലോടാക്സിസ്. ഇവിടെ കമ്പാരിസൺ ഒന്നും ഇൻവോൾവ് ചെയ്യാത്തൊരു ടാക്സിസ് ആണ് ടിലോടാക്സിസ്. ഇറ്റ് ഡസ് നോട്ട് റിലൈ ഓൺ സൈമൾട്ടേനിയസ് കമ്പാരിസൺ ഓഫ് ദ സ്റ്റിമുലേഷൻ ഓഫ് 2 റിസപ്റ്റേഴ്സ്. എക്സാമ്പിൾ ആണ് ഡ്രാഗൺ ഫ്ലൈ. നെക്സ്റ്റ് മിനോടാക്സിസ്. ഇവിടെ ലൈറ്റ് കോമ്പസ് റെസ്പോൺസ് ആണ്. അതായത് ഓർഗാനിസം ഓറിയൻറ്റ് ചെയ്യുന്നത് ഒരു ഡെഫിനിറ്റ് ആംഗിളിലായിരിക്കും. ആ സ്റ്റിമുലസ് എവിടെ നിന്നാണോ വരുന്നത് ആ ഒരു സോഴ്സ് ഓഫ് സ്റ്റിമുലസിൻ്റെ ഒരു ഡെഫിനിറ്റ് ആംഗിളിലായിരിക്കും
ഓർഗാനിസം ഓറിയന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് ഇൻസെക്ട്സ്, ഫിഷസ്, ആൻസ് എക്സെട്ര. നെക്സ്റ്റ് കൈനസിസ്. ഇറ്റ് ഈസ് റാൻഡം non-directional orientation. Rate of movement is determined by intensity of stimulus. Orientation is not related to source of stimulus. നമ്മൾ ടാക്സിസിൽ പറഞ്ഞത് സ്റ്റിമുലസ് എവിടെ നിന്നാണോ വരുന്നത് അതിനനുസരിച്ച് ഓർഗാനിസം ഓറിയന്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ സോഴ്സ് ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഓറിയന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഒരു ഓർഗാനിസം മൂവ് ചെയ്യുന്നതിന്റെ സ്പീഡാണ് സോഴ്സ് ഓഫ് സ്റ്റിമുലസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Stimulus only produces a change in the speed of movement or in rate of turning. അതായത് ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നത് ആ ഓർഗാനിസം മൂവ് ചെയ്യുന്ന സ്പീഡാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ഫോട്ടോകൈനസിസ്, തെർമോകൈനസിസ്, കീമോകൈനസിസ്. ഇപ്പോൾ ലൈറ്റ് കൊടുക്കുമ്പോൾ ലൈറ്റിന്റെ പ്രസൻസിൽ അവർ ഒരുപാട് സ്പീഡിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഹീറ്റ്. തെർമോകൈനസിസ് മീൻസ് ചൂടുള്ളപ്പോൾ അവർ സ്പീഡിൽ മൂവ് ചെയ്യാം, സ്ലോയിൽ മൂവ് ചെയ്യാം, അങ്ങനെ. എക്സാമ്പിളാണ് വുഡ് ലൗസ്. കൈനസിസ് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ക്ലിനോകൈനസിസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഇൻക്രീസസ് ഇൻ പ്രൊപ്പോർഷൻ ടു ഇൻക്രീസ് ഇൻ ഇന്റൻസിറ്റി ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ഇൻക്രീസ് ചെയ്യും. എപ്പോ? എക്സ്റ്റേണൽ സ്റ്റിമുലൈയുടെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ഓർത്തോകൈനസിസ്. സ്പീഡ് ഓഫ് ലോക്കോമോഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് സ്റ്റിമുലസ് ആൻഡ് ദ ലീനിയർ വെലോസിറ്റി ഓഫ് ദ ബോഡി. അതായത് ഒരു ഓർഗാനിസം മൂവ് ചെയ്യുന്നതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. എപ്പോ? സ്റ്റിമുലസിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ. ബിക്കോസ് അവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നെക്സ്റ്റ് ആണ് simple reflexes. It is a stereotyped involuntary response of the parts of an organism to environmental stimuli. Stereotyped means innate ആയിട്ടുള്ള റെസ്പോൺസ് ആണ്, ഇൻവോളണ്ടറി റെസ്പോൺസ് ആണ് ഏതെങ്കിലും ഒരു എൻവയോൺമെന്റൽ സ്റ്റിമുലൈനോട്. സിമ്പിൾ റിഫ്ലെക്സസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള ന്യൂറോൺസ് ആണ്. അത് വെച്ചിട്ട് അതിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രേനിയൽ റിഫ്ലെക്സും സ്പൈനൽ റിഫ്ലെക്സും. ക്രേനിയൽ റിഫ്ലെക്സ് മീൻസ് ബ്രെയിനിൽ നിന്നുള്ള ന്യൂറോൺസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് ക്രേനിയൽ റിഫ്ലെക്സ്. സ്പൈനൽ കോഡിൽ നിന്നുള്ള ന്യൂറോൺസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് സ്പൈനൽ റിഫ്ലെക്സ്. ഇന്നേറ്റ് ബിഹേവിയറും ലേൺഡ് ബിഹേവിയറും ചിലപ്പോൾ ഓവർലാപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഒരു അനിമൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതിന് കണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്ന് പറയുന്നു. ദെൻ സിമ്പിൾ റിഫ്ലെക്സസ് ആർ ഓഫ് 2 ടൈപ്സ്, ടോണിക് റിഫ്ലെക്സസ് ആൻഡ് ഫാസിക് റിഫ്ലെക്സസ്. ടോണിക് റിഫ്ലെക്സ് മീൻസ് സ്ലോ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിഫ്ലെക്സ് ആയിരിക്കും. ടു മെയിൻറ്റെയിൻ മസ്കുലർ ടോൺ, ബോഡി പോസ്റ്റർ ആൻഡ് ഇക്വിലിബ്രിയം. ബോഡി പോസ്റ്ററും ഇക്വിലിബ്രിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലോ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിഫ്ലെക്സ് ആണ് ടോണിക് റിഫ്ലെക്സ്. ഫാസിക് റിഫ്ലെക്സ് മീൻസ് ടോണിക് റിഫ്ലെക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ദേ ആർ റാപ്പിഡ് ആൻഡ് ഷോർട്ട് ലിവിങ്, മെയിൻലി ഡീൽ വിത്ത് എമർജൻസീസ്. ക്വിക്ക് നടക്കുന്ന റെസ്പോൺസ് ആണ് ഫാസിക് റിഫ്ലെക്സ്. തേർഡ് വൺ ഈസ് ഇൻസ്റ്റിങ്സ്. ദേ ആർ കോംപ്ലക്സ്, ഇൻബോൺ, ഇൻഹെറിറ്റഡ്, അൺലേൺഡ് ആൻഡ് സ്പീഷീസ് സ്പെസിഫിക് ബിഹേവിയറൽ പാറ്റേൺസ്. ഓരോ സ്പീഷീസിനും ഓരോ ഇൻസ്റ്റിങ്ക്റ്റ് ബിഹേവിയർ ആയിരിക്കും. ഇത് അൺലേൺഡ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്, ഇൻബോൺ ആണ്, ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ റെസ്പോൺസ് ടു സഡൻ ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ്. എൻവയോൺമെന്റിൽ എന്തെങ്കിലും പെട്ടെന്നൊരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ചേഞ്ചിൽ ജീവിച്ച് പോകാനായിട്ട് ഒരു അനിമൽ എക്സിബിറ്റ് ചെയ്യുന്ന ബിഹേവിയർ ആണ് ഇൻസ്റ്റിങ്ക്റ്റ്. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് അഡാപ്റ്റീവ് സർവൈവൽ വാല്യൂ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിങ്ക്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ചേഞ്ചിങ് എൻവയോൺമെന്റിൽ ആ അനിമലിന് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആൻഡ് ഗവേൺഡ് ബൈ കോംപ്ലക്സ് ജീൻസ് ആൻഡ് മോഡിഫൈഡ് ബൈ നാച്ചുറൽ സെലക്ഷൻ. ഇൻസ്റ്റിങ്ക്റ്റ് നമ്മൾ ഫിക്സഡ് ആക്ഷൻ പാറ്റേൺസ് എന്നും പറയും. ഇനി സിഗ്നൽസ് വിച്ച് എലിസിറ്റ് ഇൻസ്റ്റിങ്ക്റ്റീവ് റെസ്പോൺസസ്
or reactions in an animal are called releasers. എന്ത് സിഗ്നൽസ് ആണോ ഇൻസ്റ്റിങ്ക്റ്റീവ് റെസ്പോൺസ് കൊടുക്കുന്നത് അവരെ നമ്മൾ റിലീസേഴ്സ് എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിളാണ് മേറ്റിംഗ് ബിഹേവിയർ ഓഫ് 3-spined stickleback. 3-spined stickleback ഒരു ഫിഷാണ്. ഇവരുടെ മേറ്റിംഗ് ബിഹേവിയർ ആണ് ഇൻസ്റ്റിങ്ക്റ്റിന് എക്സാമ്പിൾ. ഇവരുടെ ബ്രീഡിംഗ് സീസൺ ആകുമ്പോൾ മെയിൽ ഒരു മേറ്റിംഗ് ഏരിയ ചൂസ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിലേക്ക് കോൺസ്പെസിഫിക് മെയിൽസിനെ, അതായത് ഇവരുടെ തന്നെ സ്പീഷീസിലുള്ള ബാക്കി മെയിൽസിനെ ഈ ഒരു മേറ്റിംഗ് ഏരിയയിലേക്ക് ഈ മെയിൽ എൻട്രി ചെയ്യിക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഇവർ കുറേ പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ട് ഒരു നെസ്റ്റ് ഉണ്ടാക്കും. ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് അട്രാക്റ്റീവ് കളറേഷൻസ് ഉണ്ടാക്കും. ബ്രൈറ്റ് റെഡ് ബെല്ലി ആൻഡ് ബ്ലൂയിഷ് വൈറ്റ് ബ്ലാക്ക്. ദെൻ ദ പെർഫോം സിഗ്സാഗിങ് ഡാൻസ് ടു അട്രാക്ട് ഫീമെയിൽസ്. ഫീമെയിൽസ് ഇവരോട് അട്രാക്റ്റഡ് ആവുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ പാറ്റേൺ ഇവർ എക്സിബിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ ഫീമെയിൽസ് അട്രാക്റ്റഡ് ആയിട്ട് വന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കും. ഈ ഒരു മേറ്റിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് ലേൺഡ് അല്ല. ഇറ്റ് ഈസ് ബോൺ വിത്ത് സെയിം പാറ്റേൺ ബിൽറ്റ് ഇൻ ടു ദർ നെർവസ് സിസ്റ്റം. ഓരോ 3-spined stickleback അവരുടെ ഓരോ യങ് വൺസിലും ഈ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ബിഹേവിയർ ബിൽറ്റ് ആണ് അവരുടെ നെർവസ് സിസ്റ്റത്തിൽ. എല്ലാ മെയിൽസും ഈ ഒരു ബിഹേവിയർ കാണിച്ചുകൊണ്ടേയിരിക്കും, ഈ ഒരു സെയിം ആക്ഷൻ. നെക്സ്റ്റ് ഈസ് മോട്ടിവേഷൻ. Motivation is a cause for a spontaneous change in the behavior of an organ which occurs independently of any external stimulus. External stimulus അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ഓർഗന്റെ ബിഹേവിയർ ചേഞ്ച് ആവാം, അതാണ് മോട്ടിവേഷൻ. Modify the nature and extent of behavioral response. Same stimulus will not always evoke the same response in the same organism. ചിലപ്പോൾ ഒരു ഓർഗാനിസത്തിൽ കണ്ടിന്യൂസ്ലി ഒരു സ്റ്റിമുലസ് വന്നു അതൊരു റെസ്പോൺസ് ഇവോക്ക് ചെയ്തു. വീണ്ടും അതേ സ്റ്റിമുലസ് വരുമ്പോൾ ചിലപ്പോൾ നേരത്തെ മുന്നേ കാണിച്ച റെസ്പോൺസ് തന്നെ അവർ കാണിക്കണം എന്നില്ല. Psychic and physiological state, mood, passion, urge or readiness of an organism for a goal-oriented behavior or activity. Goal-oriented behavior means എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു അനിമൽ ഒരു ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുക, അതാണ് ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ. എക്സാമ്പിൾ ആണ് റീപ്രൊഡക്റ്റീവ് ബിഹേവിയേഴ്സ് ഇൻ മാമൽസ്. മാമൽസിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഹീറ്റ് പീരീഡിലാണ്. ദാറ്റ് ഈസ് ആ ഒരു സീസണിൽ മാത്രമേ മാമൽസ് റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ ഇയറിലും ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ മാമൽസിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. ദിസ് കൈൻഡ് ഓഫ് ബിഹേവിയറൽ പാറ്റേൺസ് ആർ കോൾഡ് ബയോളജിക്കൽ റിതംസ്. രണ്ട് കാറ്റഗറി ഓഫ് മോട്ടീവ്സ് ഉണ്ട്. ഒന്ന് ഇന്നേറ്റ് ഓർ ബയോളജിക്കൽ മോട്ടീവ്സ്. ബയോളജിക്കൽ മോട്ടീവ്സ് എന്ന് പറയുന്നത് ബേസിക് നീഡ്സ്, ഫുഡ്, വാട്ടർ, സ്ലീപ്പ് അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ബയോളജിക്കൽ മോട്ടീവ്സ്. സെക്കൻഡ് വൺ ഈസ് സൈക്കോളജിക്കൽ മോട്ടീവ്സ്. ഇറ്റ് റിസൾട്ട്സ് ഫ്രം എക്സ്പീരിയൻസ്, ഹങ്കർ ഡ്രൈവ്, തേഴ്സ്റ്റ് ഡ്രൈവ് എക്സെട്ര. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓർഗാനിസം സെയിം സ്റ്റിമുലൈനോട് സെയിം രീതിയിൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം എപ്പോഴെങ്കിലും. സോ അതിനെയാണ് പുഷസ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് ഡിപ്പെൻഡ്സ് ഓൺ ഫോഴ്സസ് വിത്തിൻ ടു മോട്ടിവേറ്റ് ദ അനിമൽ ടു റെസ്പോണ്ട് ഇൻ വൺ വേ നൗ ആൻഡ് ഇൻ അനദർ വേ ലേറ്റർ. സോ ആ ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫോഴ്സ് ഉണ്ട്. ബിഹേവിയറൽ റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് ഡിപ്പെൻഡ്സ് ഓൺ ഫോഴ്സ് വിത്തിൻ. അവരുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഫോഴ്സ്. എന്തിനു വേണ്ടിയിട്ട്? ആദ്യം ആ സ്റ്റിമുലസ് വന്നപ്പോൾ ഒരു തരത്തിൽ റെസ്പോണ്ട് ചെയ്തു, വീണ്ടും അതേ സ്റ്റിമുലസ് തന്നെ വീണ്ടും വന്നപ്പോൾ വേറൊരു രീതിയിലും റെസ്പോണ്ട് ചെയ്തു. അതിനെയാണ് പുഷസ് എന്ന് പറയുന്നത്.
Next, simultaneous existence of multiple motives which may lead to contradictory patterns of behavior. That is called a motivational conflict. അതായത് ഇപ്പോൾ ഒന്നിലധികം മോട്ടീവ് ഫോഴ്സസ് ഒരുമിച്ച് വന്നു. ഇപ്പോൾ അതായത് കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഡ്രൈവ്സ്, ഇപ്പോൾ ഹങ്കർ അല്ലെങ്കിൽ തേഴ്സ്റ്റ്, ഡിസയർ ടു അട്രാക്റ്റ് എ മേറ്റ്, അല്ലെങ്കിൽ ടെറിട്ടറി അറ്റൈൻ ചെയ്യാനായിട്ടുള്ള നീഡ്, അങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും നിലനിൽക്കുന്നത്. അതായത് എപ്പോഴും അതായത് ഇപ്പോൾ ഹങ്കർ അല്ലെങ്കിൽ തേഴ്സ്റ്റ് വന്നു, അതിലും അനിമൽ കൂടുതൽ മുൻഗണന നൽകുന്നത് ഒരു ഡേഞ്ചർ വരുമ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള മോട്ടീവാണ്. സോ ഇപ്പോൾ ഒരു ഹങ്കറും ഒരു ഡേഞ്ചറും, ഹങ്കർ ഡ്രൈവും വന്നു അനിമലിന്, ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു ഒരുമിച്ച്. സോ അനിമൽ ഓട്ടോമാറ്റിക്കലി ഡേഞ്ചർ എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള മോട്ടീവാണ് ആ ഒരു ബിഹേവിയറെ കാണിക്കുള്ളൂ. സോ അറ്റ് എനി മൊമെൻറ്റ് വൺ ഓഫ് ദീസ് മേ ടേക്ക് പ്രെസിഡൻസ് ഓവർ ദ അതേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർക്കംസ്റ്റാൻസസ്. ആ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് അനിമൽ ഒരു ബിഹേവിയർ മാറ്റിയിട്ട് മറ്റേ ബിഹേവിയർ അവരതിന് ഹയസ്റ്റ് പ്രയോറിറ്റി നൽകും. So this is all about the innate behavior.